PK ഫിറോസിനെതിരായ ആരോപണങ്ങളിൽ മുസ്ലിം ലീഗിൽ അതൃപ്തി പുകയുന്നു. സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാത്തതിൽ ഒരു വിഭാഗത്തിന് അമർഷമുണ്ട്. ബിസിനസ് ചെയ്യാൻ എങ്ങനെ തുക സമാഹരിച്ചുവെന്ന് PK ഫിറോസ് വ്യക്തമാക്കണമെന്നാണ് ആവശ്യം. മുബഷിപ്പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷിപ്പി അക്ബർ, KT ജലീൽ തുറന്നുവിട്ട ആരോപണങ്ങളിൽ വ്യക്തമായൊരു മറുപടി പറയാൻ PK ഫിറോസിന് സാധിച്ചിട്ടില്ല എന്നാണോ മുസ്ലിം ലീഗിൽ തന്നെ ഒരു വിഭാഗം കരുതുന്നത്? കാരണം ഈ ബിസിനസ്സൊക്കെ ചെയ്യാൻ ബ്ലൂഫിൻ ആണെങ്കിലും ശരി, മറ്റേ ഫോർച്യൂൺ ഹോൾഡിംഗ് ആണെങ്കിലും ശരി, എമ്മി ബേക്ക് ഹൗസിലെ ഫ്രൈഡ് ചിക്കൻ്റെ ബിസിനസ് ആണെങ്കിലും ശരി, ഇതിനൊക്കെ പൈസ എവിടുന്ന് കിട്ടി എന്ന സോഴ്സ് വ്യക്തമാക്കാത്തിടത്തോളം കാലം സംശയത്തിനിടയിലാണ് PK ഫിറോസ് എന്നാണോ ഇപ്പോൾ ഒരു വിഭാഗം കരുതുന്നത്? അമർഷം പുകയുന്നുണ്ടോ ലീഗിൽ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും ഒരു വിഭാഗത്തിന് ഈ ഒരു വിഷയത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. ആരോപണങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ PK ഫിറോസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യൂത്ത് ലീഗിന്റെയും സംസ്ഥാന ലീഗ് കമ്മിറ്റിയിലെയും ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുന്ന രീതിയിലാണ് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം വിലയിരുത്തുന്നത്. വിശേഷം ഈ ജോബ് കാർഡുമായി ബന്ധപ്പെട്ട് 2021 മുൻപ് അദ്ദേഹത്തിന്റെ പക്കൽ ജോബ് കാർഡ് ഉണ്ടായിരുന്നു. ഈ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ 2021 മത്സരിക്കുന്ന സമയത്ത് രൂപ അദ്ദേഹത്തിന് ഈ കടബാധ്യതയുണ്ടായിരുന്നത് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്ത് അടിസ്ഥാനത്തിലാണെന്നൊരു ചോദ്യം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, എമ്മി പോലെയുള്ള വ്യവസായ സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചുരുങ്ങിയ കാലയളവിൽ എങ്ങനെയാണ് ഇത്രയധികം തുക സമാഹരിക്കാൻ സാധിച്ചതെന്നൊരു ചോദ്യം PK ഫിറോസ് ഉന്നയിക്കുന്നത് വലിയ സംശയങ്ങളിലേക്കാണ് വഴിതെളിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിഭാഗം വിമർശിക്കുന്നത്. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ പല പദ്ധതികളെയും സംശയത്തിന്റെ നിഴലിലാക്കുന്നതാണ് ഈ ഒരു ആരോപണങ്ങൾ. അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം വിലയിരുത്തുന്നത്. അതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത് യൂത്ത് ലീഗിൽ നിന്ന് തന്നെ ചില ആളുകൾ PK ഫിറോസിനെതിരായിട്ടുള്ള തെളിവുകളും വിവരങ്ങളും KT ജലീലിന് കൈമാറുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് ലീഗിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചർച്ച. KT ജലീൽ തന്നെ നേരത്തെ ഇക്കാര്യം സമ്മതിച്ചിരുന്നു. ലീഗുകാരായിട്ടുള്ള നേതാക്കളാണ് തനിക്ക് ഈ വിവരങ്ങളൊക്കെ തന്നെ കൈമാറുന്നത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെയാണ് സംഘടന കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാണേണ്ടത്. ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ആ നിലയിൽ തന്നെ KT ജലീൽ തുടരുന്നുമുണ്ട്. അരുൺകുമാർ.